ലൈറ്റ് അടിച്ചാണ്. ഹായ് ഹലോ നമസ്കാരം, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മളെ ഇന്നത്തെ യാത്ര എന്ന് പറയുന്നത് അത്യാവശ്യം നീണ്ടൊരു യാത്രയാണ്. കുറച്ച് നാളുകൾക്ക് ശേഷമാണ് ഇത്രയും കിലോമീറ്റർ കൂടിയൊരു യാത്ര ചെയ്യുന്നത്. അതായത് നമ്മളിപ്പോൾ എന്തായാലും നല്ല ചൂടൊക്കെയാണ് നാട്ടിൽ. അപ്പോൾ ചെറുതായിട്ട് തണുപ്പ് കിട്ടുമെന്നൊക്കെ പറയുന്നു. എനിക്ക് തോന്നുന്നു തണുപ്പ് കാണുമല്ലേ? അപ്പോൾ മഴയൊക്കെ ഉണ്ട്. അപ്പോൾ എന്തായാലും തണുപ്പ് കാണുമെന്നാണ് പ്രതീക്ഷ. അപ്പോൾ നമ്മൾ ഇപ്പോൾ നിൽക്കുന്ന സ്ഥലം എന്ന് പറയുന്നത് പൊന്തമ്പുഴ എന്ന് പറയും. ഒരു വനത്തിൻ്റെ നടുക്കാണ് നമ്മൾ നിൽക്കുന്നത്. അതാണ്ട വനത്തിൻ്റെ നടുക്കാണ്. അപ്പോൾ ഈ പൊന്തമ്പുഴ എന്ന് പറയുന്നത് മണിമലയിൽ നിന്ന് ഏകദേശം ഒരു 10-15 കിലോമീറ്ററിന് ഇപ്പുറമാണ്. മണിമല എത്തുന്നതിന് മുന്നേ ആയിട്ടാണ് ഈ പൊന്തമ്പുഴ വനം വരുന്നത്. അപ്പോൾ നമ്മൾ ഇവിടുന്ന് ഓൺ ദ വേ ടു കാന്തല്ലൂരാണ്. അപ്പോൾ കാന്തല്ലൂർ ഇനി ഇവിടുന്ന് ഏകദേശം ഒരു 190ഓളം കിലോമീറ്റർ സഞ്ചരിക്കാനുണ്ട്. അപ്പോൾ സമയം ഇപ്പോൾ ഏകദേശം 11:45. അപ്പോൾ നമ്മൾ ഇനിയിപ്പോൾ ഒരു 6-7 മണിക്കകത്ത് നമ്മൾ എത്തുമെന്നാണ് കാണിക്കുന്നത് കാന്തല്ലൂർ. അപ്പോൾ എന്തായാലും അങ്ങോട്ടുള്ള കാഴ്ചകളും ബാക്കി വീഡിയോയിൽ തുടർന്ന് കാണാം. നേരെ വീഡിയോയിലേക്ക്. നീ കാന്തല്ലൂർ പോയിട്ടുണ്ടോ? കാന്തല്ലൂർ പോയിട്ടുണ്ട്. പോയി കറങ്ങി വന്ന് അത്രേ ഉള്ളൂ. അവിടെ നമ്മളൊരു മഡ് ഹൗസാണ് നമ്മൾ ബുക്ക് ചെയ്തേക്കുന്നത്. ഞാൻ ഓൾറെഡി അവിടെ പോയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ മണിമല പോകുന്ന റോഡിൽ നിന്ന് ചെറുതായിട്ടൊന്ന് ഡീവിയേറ്റ് ചെയ്ത് നമ്മൾ ഇതുവഴി നമുക്ക് പത്തനംതിട്ടയിലോട്ട് പോവാം. ആ ഒരു റോഡുണ്ട്. അപ്പോൾ നമുക്ക് അതുവഴി മെയിൻ റോഡിൽ കൂടെ അതുവഴിയും പോവാം, ഇതുവഴിയും പോവാം. നമ്മൾ പണ്ട് ഈ ഒരു മണിമലയൊക്കെ റോഡ് പണി നടന്നുകൊണ്ടിരുന്ന സമയത്ത് നമ്മൾ ഇതുവഴിയാണ് വണ്ടി വിട്ടുകൊണ്ടിരുന്നത്. അപ്പോൾ നമ്മൾ ഇങ്ങോട്ട് ഡീവിയേറ്റ് ചെയ്ത് ഇപ്പോൾ നിൽക്കുന്നത് പൊന്തമ്പുഴ വനത്തിൻ്റെ നടുക്കാണ്. വണ്ടി ഇതാ കിടപ്പുണ്ട്, അച്ഛൻ ഇതവിടെ നിൽപ്പുണ്ട്. അപ്പോൾ നമ്മുടെ ഫാമിലി ഉണ്ട്. അതായത് അഖിലിൻ്റെ ഫാമിലി, എൻ്റെ ഫാമിലി, പിന്നെ ടോട്ടൽ 5 പേരാണ്. 5 പേരും 2 പിള്ളേരുമാണ് ഇപ്പോൾ നമ്മുടെ കൂടെ ഉള്ളത്. അപ്പോൾ അതിലേ പോയാലോ? പോവാം. പറഞ്ഞു വന്നതെന്ന് വെച്ചാൽ ഇന്ന് ആക്ച്വലി സമയം എന്ന് വെച്ചാൽ നമ്മൾ സാധാരണ ഈ രാത്രി യാത്രയാണ് കൂടുതൽ നമ്മൾ ചെയ്യാറുള്ളത്. അല്ലടാ, നമുക്ക് ഒരു ദിവസം ഇതിപ്പോൾ ഇന്ന് ഒരു ഡേ ഫുള്ള് വേസ്റ്റാണ്. നമ്മൾ മറ്റേ നൈറ്റ് ഡ്രൈവ് ചെയ്ത് അവിടെ എത്തുമ്പോഴത്തേന് കറക്റ്റ് ആ നൈറ്റ് വേസ്റ്റ് ആവും. അതെ. പക്ഷേ ഇതിൻ്റെ ഒരു മെയിൻ കാരണമുണ്ട്. കാരണം എന്ന് വെച്ചാൽ ഇന്നത്തെ ദിവസം എന്ന് പറയുന്നത് ഇലക്ഷൻ ഡേറ്റാണ്. ഇന്ന് 9 തീയതി. അപ്പോൾ നമ്മൾ മെയിനായിട്ട് നമ്മുടെ വോട്ടിംഗ് ചെയ്തതിന് ശേഷം നമ്മൾ വരാമെന്ന് വിചാരിച്ചിട്ടാണ് നമ്മൾ ഈ ഒരു രാവിലെ ട്രിപ്പ് പ്ലാൻ ചെയ്ത് രാവിലെ ആക്കിയത്. ഇല്ലയെന്നുണ്ടെങ്കിൽ നമ്മൾ ചെയ്യേണ്ടിയിരുന്നത് നമ്മൾ ഇന്നലെ വൈകിട്ട് ഇറങ്ങുമായിരുന്നു. നമ്മൾ അവധി ഉള്ളതുകൊണ്ട് നമ്മൾ ഇന്നലെ വൈകിട്ട് ഇറങ്ങിയിട്ട് അവിടുന്ന് നമ്മൾ സാധാരണ രാവിലെയോട് കൂടിയൊക്കെ നമ്മൾ അവിടെ എത്തും. അവിടെ എത്തിയിട്ട് ബാക്കി നമുക്ക് കുറച്ചുകൂടെ സമയം കിട്ടുമായിരുന്നു. പക്ഷേ നമ്മൾ അതിനേക്കാളും പ്രധാനം നമ്മുടെ ഈ വോട്ടിംഗ് മെയിൻ ആണല്ലോ. അങ്ങനെയാണ് നമ്മൾ വോട്ട് ചെയ്തിട്ട്. നിൻ്റെ വോട്ട് ചെയ്തോ? വോട്ടൊക്കെ ചെയ്തു. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ മെയിനായിട്ട് ഇന്ന് രാവിലെ ഇറങ്ങിയത്. അപ്പോൾ എന്തായാലും ഇനി ഒരു 190ഓളം കിലോമീറ്റർ സഞ്ചരിക്കാനുണ്ട്. നേരെ പോവാല്ലേ? ഞാനിപ്പോൾ ഉള്ളത് നേര്യമംഗലത്ത് അടുത്താണ്. നേര്യമംഗലത്തിൻ്റെ അടുത്ത് ഏകദേശം ഒരു 2 കിലോമീറ്റർ പോയി കഴിഞ്ഞാൽ നമുക്ക് നേര്യമംഗലം പാലം എത്താറായിട്ടുണ്ടാവും. അപ്പോൾ ഞാൻ ഇവിടെ ഒരു നല്ലൊരു വ്യൂ ഉണ്ട്. അപ്പോൾ അത് നിങ്ങളെയും കൂടെ കാണിക്കുക. അതിന് വേണ്ടിയിട്ടാണ് ഇവിടെ വണ്ടി നിർത്തിയത്. എങ്ങനെ ഉണ്ടായിരുന്നു യാത്ര? അടിപൊളിയാണോ? കേശു, എങ്ങനെയുണ്ട് യാത്ര? എങ്ങനെയുണ്ട്? സൂപ്പറാണോ? ഇഷ്ടപ്പെട്ടോ? ഫുഡ് കഴിച്ചാൽ എങ്ങനെയുണ്ട്? ഇഷ്ടപ്പെട്ടോ? ബിരിയാണി അല്ലേ കഴിച്ചാ? കൊള്ളാമായിരുന്നു. ഫുഡ് മക്കൾക്ക് ഇഷ്ടപ്പെട്ടോ? കൊള്ളാം. അവിടെ എന്താ സ്വിമ്മിംഗ് പൂൾ ഉണ്ട്. അടുത്ത ടൂർ പോകും. നമ്മളെ വണ്ടി താടപ്പുണ്ട്. അപ്പോൾ ഇവിടുന്ന് കുറച്ച് ദൂരം പോയി കഴിഞ്ഞാൽ നമുക്ക് നേര്യമംഗലം എത്താറാവും. നമ്മുടെ ഈ നേര്യമംഗലത്തിനെ കുറിച്ച് നിനക്ക് എന്തെങ്കിലും ഓർമ്മ എന്തെങ്കിലും ഉണ്ടോ? നേര്യമംഗലം നമ്മളൊരിക്കൽ വണ്ടി വഴിയില്ല, ടയർ പോയി വഴിയിലായോ. അന്നും നമ്മൾ വ്ളോഗിങ് ഒന്നും സ്റ്റാർട്ട് ചെയ്തിട്ടില്ല. അതൊക്കെ കണ്ടു എല്ലാവരും കണ്ടുകളില്ല. നമ്മൾ രാത്രി നമ്മൾ മൂന്നാറിലോട്ട് വരുന്ന സമയത്ത് നമ്മൾ നേര്യമംഗലത്ത് ഒരു ചായ കുടിക്കാൻ വേണ്ടി കയറിയിട്ട് നമ്മൾ ടയറിൽ നോക്കുന്നു. ആ സമയത്ത് വണ്ടി എർട്ടിക എടുത്ത സമയം വണ്ടി ടയറൊന്നും മാറിയില്ല. അത്യാവശ്യം ടയറൊക്കെ പോയിരിക്കുകയായിരുന്നു. ഞാൻ വിചാരിച്ചെന്ന് വെച്ചാൽ ടയർ നമ്മൾ ട്രിപ്പ് കഴിഞ്ഞ് വന്നിട്ട് മാറ്റാമെന്നൊക്കെ വിചാരിച്ചാണ് നിന്നത്. പക്ഷേ നമ്മൾ കുറച്ച് ദൂരം കഴിഞ്ഞപ്പോൾ വണ്ടി അങ്ങോട്ട് വരുന്ന വഴിക്ക് തന്നെ മണിമല എത്തുന്നതിന് മുന്നേ വണ്ടി പഞ്ചറായില്ലേ. ഒരു ടയർ പഞ്ചറായി, വെടിയായി. എനിക്ക് ആ ടയർ മാറ്റി
സ്റ്റെപ്പിന് ഇടുന്ന ടയർ എടുത്തിട്ട് അത് കഴിഞ്ഞ് നമ്മൾ വണ്ടി ഇത്രയും ദൂരം ഏകദേശം ഒരു 100 കിലോമീറ്ററോളം വീണ്ടും ഓടി ഇവിടം വരെ വന്നു. നേര്യമംഗലം വരെ എത്തിയ സമയത്ത് വീണ്ടും നമ്മൾ എത്തിയിട്ട് നമ്മൾ ചായ കുടിക്കാൻ കയറിയില്ലേ? ചായ കുടിച്ചിട്ട് വെറുതെ ഒന്ന് ടയർ നോക്കിയ സമയത്ത് അതിനകത്തുള്ള അകത്തുള്ള കമ്പിയൊക്കെ പുറത്ത് വന്നു അല്ലേ? അത്ര ഗതികെട്ട ടയർ കൊണ്ടാണ് നമ്മൾ ട്രിവാൻഡ്രത്ത് നിന്ന് മൂന്നാർ വരെ പോകാൻ പോയത്. എന്നിട്ട് അവസാനം എങ്ങനെയൊക്കെ നമ്മൾ മൂന്നാർ തപ്പിപ്പിടിച്ച് മൂന്നാർ അങ്ങെത്തി. നമ്മൾ പോയ ദിവസം എന്ന് പറഞ്ഞാൽ ക്രിസ്മസിന്റെ തലേന്നായിരുന്നല്ലോ. മൂന്നാർ എത്തുന്നത് ക്രിസ്മസിന്റെ അന്നായിരുന്നു. ക്രിസ്മസിന്റെ അന്ന് ഞായറാഴ്ച എന്തോ ആയിരുന്നു തോന്നുന്നു എൻ്റെ ഒരു ഓർമ്മയിൽ. അങ്ങനെ അവസാനം മൂന്നാർ എത്തിയിട്ട് അവിടെ കടകളൊന്നുമില്ല. പിന്നെ തിരിച്ച് നമ്മൾ അടിമാലി വന്നല്ലേ, 25 കിലോമീറ്റർ വീണ്ടും താഴെ വന്നിട്ട് അടിമാലി വന്നിട്ട് അവിടെ വന്ന് കുറേ കടകളൊക്കെ നോക്കി. എല്ലാം തുറന്നിട്ടൊന്നുമില്ല. ഈ ക്രിസ്മസ് ഒക്കെ ആയതുകൊണ്ട് നല്ല എല്ലാവരും കടകളൊക്കെ അടച്ചേക്കായിരുന്നു. എന്നിട്ട് അവസാനം ഒരു നമ്പർ എടുത്ത് എന്തോ ഭാഗ്യത്തിന് വിളിച്ചപ്പം അയാൾ പള്ളിയിൽ പോകുന്ന സമയമായിരുന്നു. ഓൺ ദ വേ ടു പള്ളി. അങ്ങനെ പുള്ളി പറഞ്ഞ് വേറൊന്നും ചെയ്യാൻ പറ്റത്തില്ല, നിങ്ങൾക്ക് ടയർ മാറ്റിയിട്ട് തരാം, ഓക്കെ, വേറൊന്നും വീൽ അലൈൻമെൻറ്റിൻ്റെ കാര്യങ്ങൾ അങ്ങനെയൊന്നും ചെയ്യാൻ പറ്റത്തില്ല എന്ന് പറഞ്ഞു. നമ്മൾ പറഞ്ഞു അതൊന്നും കുഴപ്പമില്ല, നമുക്ക് ടയറൊന്ന് മാറി കിട്ടിയാൽ എന്ന് പറഞ്ഞിട്ട് അവസാനം 4 ടയറും നമ്മൾ അവിടെ നിന്ന് മാറിയില്ലേ. അതും ക്രെഡിറ്റ് കാർഡ് ഉള്ളതുകൊണ്ട് അന്ന് രക്ഷപ്പെട്ട്. അന്ന് 20,000 രൂപ ഒരുമിച്ച് 4 ടയർ ഒരുമിച്ച് അങ്ങ് മാറി. നമ്മൾ പിന്നെ അങ്ങ് ഒന്നും നോക്കില്ല, റിച്ചായി അല്ലേ. പിന്നെ അങ്ങ് റിച്ചായി. പിന്നെ നമ്മൾ അത് ആ ഒരു ഇൻസിഡൻറ്റ് നമ്മൾ മറക്കത്തില്ല. ഈ നേര്യമംഗലം വരുമ്പോൾ എപ്പോഴും ഓർമ്മ ആ ഒരു സംഭവമാണ്. അപ്പം ഓരോരോ യാത്രകൾ ഓരോരോ എക്സ്പീരിയൻസ് ആണല്ലേ, ഓരോരോ ഓർമ്മകളാണ്. അപ്പോൾ അതുകൊണ്ട് നിങ്ങളെല്ലാവരും യാത്ര ചെയ്യുക എന്നുള്ളതാണ് ഏറ്റവും നമ്മുടെ ജീവിതത്തിൽ കുറച്ച് നമുക്ക് സന്തോഷം തരുന്ന നിമിഷങ്ങൾ കിട്ടുന്ന യാത്രയും കൂടെ ആയിരിക്കും. എല്ലാ ടെൻഷനും മറന്നിട്ട്. അതെ, ജോലി സ്ട്രെസ്, നമ്മളെ ഫാമിലി ഇഷ്യൂസ് എല്ലാം മറന്നൊരു യാത്ര. നിങ്ങൾക്ക് സമയം കിട്ടുമ്പോഴെല്ലാം യാത്ര ചെയ്യുക. അച്ഛാ അവനൊന്ന് പിടിച്ചോ, കൈ പിടിച്ചോ. ഇവിടെ വാഹനങ്ങൾ നിർത്തുന്നത് നിരോധിച്ചിരിക്കുന്നു. അതുകൊണ്ടാണ് ബോർഡ് വെച്ച്. ലൈറ്റ് അടിച്ചാൽ അങ്ങനെ നമ്മൾ മൂന്നാറിൻ്റെ തണുപ്പിലോട്ട് എത്തിക്കഴിഞ്ഞു അല്ലേ. ഹൈ റേഞ്ച് മൊത്തത്തിൽ തണുത്ത് കിടക്കുകയാണ്. അത്യാവശ്യം ഇങ്ങോട്ട് വന്നപ്പോൾ ചെറിയ മഴ, സ്പ്രേ ചെയ്യുമ്പോൾ ഒരു ചെറിയ മഴ കിട്ടി. പക്ഷേ ഇങ്ങോട്ട് വന്ന സമയത്ത് നല്ല കോടയുണ്ട്. ആ ഒരു ചൂടത്തുനിന്ന് നമ്മൾ നേരെ തണുപ്പത്തോട്ട് എത്തിക്കഴിഞ്ഞു അല്ലേ. താമസിക്കുമോ? നമുക്ക് റൂം മാത്രമായിരുന്നെങ്കിൽ കുഴപ്പമില്ലേ. അങ്ങനെ നമ്മളിപ്പോൾ നിൽക്കുന്നത് മൂന്നാറിൽ നിന്ന് ഏകദേശം ഒരു 15 കിലോമീറ്റർ മാറി അകത്തോട്ടാണ് നിൽക്കുന്നത്. അപ്പോൾ ഇവിടുത്തെ പ്രകൃതി രമണീയത കാണിക്കാം. പ്രകൃതി രമണീയ എങ്ങനെയുണ്ട്? അടിപൊളിയല്ലേ? നല്ല അടിപൊളി തണുപ്പുണ്ട്. നമ്മൾ മൂന്നാറിൽ നിന്ന് ഇങ്ങോട്ട് വന്നപ്പോൾ ആക്ച്വലി മൊത്തത്തിൽ ഒന്ന് മാറിയല്ലേ. ആ ഒരു
ചെറിയൊരു മഴയും കിട്ടിയായിരുന്നു. അത് കഴിഞ്ഞ് ഇങ്ങോട്ട് കയറി കഴിഞ്ഞപ്പോൾ ചെറുതായിട്ടൊരു സ്പ്രേ ചെയ്യുന്ന പോലെ ഉള്ളൊരു ചെറിയൊരു മഴയുണ്ട്. എന്തായാലും ഉറപ്പായിട്ടും രാത്രി കോടയുണ്ട്. ഇപ്പോൾ തന്നെ കോടയുണ്ട്, നല്ല രീതിയിൽ കോടയുണ്ട്. നമുക്കിനി ഏകദേശം ഒരു 15-20 കിലോമീറ്ററോളം നമുക്ക് സഞ്ചരിക്കാനുണ്ട്. അതുകൊണ്ട് ആ സൈഡിലൊക്കെ മൊത്തം കോട അടിച്ച് കിടക്കുകയാണ്. അവിടെയാണ് പാർക്ക് ചെയ്തേക്കുന്നത്. ഇനിയിപ്പോൾ നമ്മളിപ്പോൾ ജസ്റ്റ് ഇവിടെ ഒരു സീനറി കണ്ടപ്പോൾ നൈസായിട്ടൊന്ന് നിർത്തി വീഡിയോ എടുത്തതാണ്. ഒരു രക്ഷയില്ല, അടിപൊളി. എടാ എങ്ങനെ ഉണ്ടായിരുന്നു ക്ലൈമറ്റ്? എങ്ങനെയുണ്ട് ക്ലൈമറ്റ്? നമ്മൾ ആ ചൂടത്ത് നിന്ന് ഇങ്ങോട്ട് വന്ന പ്രതീക്ഷ ആ ഒരു ക്ലൈമറ്റ് എന്തായിരുന്നു? നീ പ്രതീക്ഷ എന്തായിരുന്നു? ഇല്ല, ഞാൻ എന്ന് വെച്ചാൽ ചെറിയൊരു തണുപ്പ് കാണും എന്ന് വെച്ചാൽ നമ്മുടെ ട്രിവാൻഡ്രത്തെ ചൂടും കാര്യങ്ങളെല്ലാം അറിയാമല്ലോ. അപ്പോൾ അതിൽ നിന്നും ചെറിയൊരു വ്യത്യാസം ഉണ്ടാവും എന്നുള്ളൊരു ചിന്തയിലാണ് ഇങ്ങോട്ട് വന്നത്. പക്ഷേ ഇങ്ങോട്ട് വന്നപ്പോൾ നേരിമംഗലം കഴിഞ്ഞപ്പം ചെറുതായിട്ടൊന്ന് തണുപ്പ് വന്നു തുടങ്ങി. അത് കഴിഞ്ഞ് അടിമാലിയൊക്കെ എത്തിയപ്പോൾ ഓൾറെഡി നേരത്തെ മഴ പെയ്തിട്ടുണ്ട്. റോഡൊക്കെ നനഞ്ഞു കിടപ്പുണ്ട്. പക്ഷെ നമുക്ക് വലിയ മഴ കിട്ടിയില്ല, ചെറുതായിട്ട് ഒരു സ്പ്രേ ചെയ്യുന്ന രീതിയിലാണ്. അതിപ്പം നല്ല ചെറുതായിട്ട് പെയ്യുന്നുണ്ട്. നമുക്ക് നനയാനുള്ള കണ്ടീഷൻ. അതായത് നമ്മൾ അടിമാലി എന്ന് കയറി മുകളിലോട്ട് വന്നു കഴിഞ്ഞപ്പോൾ തന്നെ ചെറുതായിട്ട് കോടയൊക്കെ കണ്ടു തുടങ്ങി, ദൂരെ നിന്ന് കണ്ടു തുടങ്ങി. ഇങ്ങ് മൂന്നാർ, നമ്മളിപ്പോൾ മൂന്നാറിൽ നിന്ന് ഏകദേശം ഒരു 10-15 കിലോമീറ്റർ അകത്തോട്ടായി. നമ്മൾ ചിന്നാർ റൂട്ടിലാണ് നിൽക്കുന്നത്. അപ്പോൾ എന്തായാലും ബാക്കി കാഴ്ചകൾ അങ്ങോട്ട് ചെന്നിട്ട് കാണാം. ഇനി ലേറ്റായി കഴിഞ്ഞ് കഴിഞ്ഞാൽ വീണ്ടും ലേറ്റാവും, ഒരുപാട് ലേറ്റാവും. അപ്പോൾ അങ്ങോട്ട് നേരെ പോവാം. നമ്മളിപ്പോൾ ലെമൺ ഗ്രാസ് റിസോർട്ടിലോട്ട് എത്തിക്കൊണ്ടിരിക്കുകയാണ്. ഈ റിസോർട്ട് കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നു മുകളിലോട്ടൊന്നും ഇല്ല. അത് തന്നെ ലാസ്റ്റ് തോന്നുന്നു. പുലിമടയാണത്. ഇപ്പോൾ സമയം രാത്രി 8 മണിയായിട്ടുണ്ട്. നമ്മൾ 6 മണിക്ക് ആദ്യം എത്തുമെന്ന് കാണിച്ച്, പിന്നെ 7 മണിക്ക് എത്തുമെന്ന് കാണിച്ച്, ഇതാ ഇപ്പോൾ 8 മണിയായി എന്ന് പറയുന്നത്. നമ്മൾ പലയിടത്തും നിർത്തിയൊക്കെയാണ് വന്നത്. ഇവിടെ ഒരു വെട്ടം ഇരിപ്പുണ്ട്. അപ്പോൾ നമ്മൾ വണ്ടി ഇവിടെ പാർക്ക് ചെയ്തു. അപ്പോൾ നമ്മൾ എത്തി. ഏകദേശം സമയം ഇപ്പം 8:15 നമ്മളെ മറയൂരിൽ നിന്ന് ഏകദേശം ഒരു 16 കിലോമീറ്റർ ആയിരുന്നു ഇങ്ങോട്ട് നമ്മുടെ റിസോർട്ടിലോട്ട്. അപ്പോൾ നമ്മൾ പതുക്കെ വന്നത്. ഇടയ്ക്ക് ഫുഡ് കഴിക്കാനൊക്കെ നിർത്തി, അതൊക്കെയാണ് ലേറ്റായത്. നമ്മൾ അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ ഇറങ്ങിയ സമയത്തുനിന്ന് ഏകദേശം ഒരു 6 മണിക്ക് എത്തുമെന്നാണ് ആദ്യം കാണിച്ചത്. പിന്നെ അത് 7 മണിയായി, പിന്നെ അത് 8 മണിയായി. അപ്പോൾ നമ്മളിപ്പോൾ ഫൈനലി നമ്മൾ ആ റിസോർട്ടിലോട്ട് എത്തിയിട്ടുണ്ട്. നമ്മൾ ആ വണ്ടി പാർക്ക് ചെയ്ത് ഇനിയിപ്പോൾ മുകളിലോട്ട് നടന്ന് കയറണം. അപ്പോൾ മുകളിൽ ചെന്നിട്ട് ഞാൻ റൂമൊക്കെ ഒന്ന് കാണിച്ചു തരാം. വെള്ളം ചൂടുമല്ലേ കയറാൻ തോന്നുന്നില്ലേ? കാലി പിടിച്ച് വലിയ പാട്ടിടായിരുന്നു. അതൊക്കെ കത്തി പിടിക്കുക. ഹായ് ഗൈസ്, ഇന്ന് നമ്മൾ സ്വിമ്മിംഗ് പൂളിൽ സ്വിമ്മിംഗ് ചെയ്യാണ്. ഞാൻ വെള്ളത്തിൽ ഞാൻ ഇപ്പം മറിഞ്ഞത് തലകുത്തനെ വീഴും. ഹായ് ഗൈസ്, സമയം രാത്രിയായി. നമ്മള് കുളിച്ചിട്ട് ഇപ്പൊ ഡ്രസ് മാറിയിരിക്കുന്നു. ഇനിയിപ്പോ നാളെ രാവിലെ 3 പോയിട്ട് എന്നിട്ട് രാത്രി തിരിച്ചു വരും. നാളെ ജീപ്പ് സഫാരി ഒക്കെ ഉണ്ട്. സമയം 11 മണി അടുപ്പിച്ചായി. അപ്പോൾ ഇനിയിപ്പോൾ ഇന്നത്തെ പരിപാടി നേരെ ചെന്നിടന്ന് ഉറങ്ങി രാവിലെ ജീപ്പ് സഫാരി ഉണ്ട്. ഇവിടുന്ന് നേരെ മറയൂർ പോകും. മറയൂർ ഇവിടുന്ന് ഒരു 16 കിലോമീറ്റർ ഉണ്ട്. അപ്പോൾ മറയൂർ പോയിട്ട് അവിടുന്ന്
നമ്മുടെ ഒരു ഫ്രണ്ടിൻ്റെ ജീപ്പുണ്ട്. പുള്ളിയെ വിളിച്ചിട്ട് നമ്മൾ ജീപ്പ് സഫാരിക്ക് പോകും. അപ്പോൾ അങ്ങനെയാണ് പ്ലാൻ ചെയ്തേക്കുന്നത്. അപ്പോൾ ഞാനിപ്പം നമ്മുടെ ഈ ഇപ്പോൾ നിൽക്കുന്ന റിസോർട്ടിൻ്റെ ഫ്രണ്ടേജും കാര്യങ്ങളൊക്കെ കുറച്ച് കാണിച്ചു തരാം. രാത്രിയുള്ള വ്യൂ, പിന്നെ രാവിലെ എടുത്ത് കാണിച്ചു തരാം. ഇപ്പോൾ നൈറ്റ് വ്യൂ ഒന്ന് കണ്ടു നോക്കൂ. ഈ കാണുന്നതാണ് ഡൈനിങ് ഹാള്. ഇതിന് തൊട്ടടുത്ത് കാണുന്നതാണ് നമ്മൾ എടുത്തേക്കുന്ന മഡ് ഹൗസ്. ഇവിടെ ഒരാൾക്ക് 1700 രൂപയാണ് റേറ്റ് വരുന്നത്. ഇവിടെ ടോട്ടൽ 5 റൂമാണുള്ളത്. നമ്മൾ ആ ലെഫ്റ്റ് സൈഡിൽ അങ്ങറ്റത്തുള്ള ഒരു വലിയ റൂമാണ് എടുത്തേക്കുന്നത്. എല്ലാ റൂമും ബാത്റൂം അറ്റാച്ച്ഡ് ആണ്. അപ്പോൾ നിലവിൽ നമ്മൾ സെപ്പറേറ്റ് റൂമായിട്ടൊന്നും എടുത്തില്ല. ആ ഒറ്റ റൂം തന്നെയാണ് എടുത്തേക്കുന്നത്. ഒറ്റ റൂമിൽ നമ്മൾ 5 പേര്, അതായത് 5 പേര് പ്ലസ് 2 കുട്ടികളും, അങ്ങനെയാണ് നമ്മൾ എടുത്തേക്കുന്നത്. അപ്പോൾ ഇവിടെ ഒരു ടോയ്ലറ്റ് അറ്റാച്ച്ഡ് ആയിട്ടുണ്ട് വിത്ത് ബാത്റൂം. പിന്നെ പുറത്ത് യൂസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് പുറത്തും യൂസ് ചെയ്യാൻ പറ്റും. വേറെ നമ്മൾ സെപ്പറേറ്റ് ആയിട്ട് പുറത്തും ഉണ്ട്. പിന്നെ അതിൻ്റെ തൊട്ടടുത്ത് തന്നെയാണ് സ്വിമ്മിംഗ് പൂള്. ഈ റിസോർട്ടിൽ നിങ്ങൾക്ക് താമസിക്കാൻ ആഗ്രഹം ഉണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ ഇവിടുത്തെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ഞാൻ വേണമെങ്കിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും സ്ക്രീനിലൊക്കെ ആയിട്ട് കൊടുത്തേക്കാം. പെർ പേഴ്സൺ 1700 രൂപ വിത്ത് 2 നേരത്തെ ഫുഡ് സഹിതമാണ് വരുന്നത്. അപ്പോൾ ഈ ഒരു കുഞ്ഞു വീഡിയോ ഇവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യാണ്. ഇതിൻ്റെ ബാക്കി വീഡിയോസ് അടുത്ത ദിവസങ്ങളിലായിട്ട് നമുക്ക് അപ്ലോഡ് ചെയ്യാം. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് കാണുന്നത് വരെ ബൈ.